നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ജീവിത ലക്ഷ്യമോ, പ്രധാനപ്പെട്ട സാമ്പത്തിക ലക്ഷ്യമോ എന്തു തന്നെ ആകട്ടെ, നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം ഉപബോധ മനസ്സിനെ കൊണ്ട്, സബ് കോൺഷ്യസ് മൈൻഡിനെ കൊണ്ട് നേടിയെടുപ്പിക്കാനുള്ള ഒരു പ്രത്യേക ടെക്നിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. എല്ലാവർക്കും അറിയാം, സബ് കോൺഷ്യസ് മൈൻഡാണ്, ഉപബോധ മനസ്സാണ് ലക്ഷ്യങ്ങൾ നേടാനായി ഉപയോഗിക്കേണ്ടത് എന്നുള്ളത്. ആ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഒരു പ്രധാനപ്പെട്ട ടെക്നിക്ക് കൊടുക്കാനുള്ള പ്രത്യേകമായ ഒരു ടെക്നിക്കാണിത്. നിരവധി ടെക്നിക്കുകൾ ഒരുമിച്ച് നൽകാൻ കഴിയുന്ന ഒരു ടെക്നിക്കല്ല ഇത്. അത്തരം ടെക്നിക്കുകൾ വേറെയുണ്ട്, അത് നമുക്ക് പിന്നാലെയുള്ള വീഡിയോകളിൽ കാണാം. ഇന്ന് ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം, അത് എന്ത് ലക്ഷ്യമാവട്ടെ, ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം സ്പെഷ്യലായി സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുത്ത് അത് നേടിയെടുക്കാനുള്ള ഒരു പ്രത്യേക ടെക്നിക്കാണ്. അതിനായി ഒരു A4 ഷീറ്റ് എടുക്കുക. ഒരു A4 ഷീറ്റ് എടുത്ത്, ഒരു ഫുൾ A4 ഷീറ്റ്, അത് കീറിയതോ മുറിഞ്ഞതോ പകുതിയോ അല്ല, ഒരു ഫുൾ A4 ഷീറ്റ് എടുത്ത് അതിൽ ആ ഒരു ലക്ഷ്യം വൃത്തിയായിട്ട് എഴുതുക. അത് എന്ത് ലക്ഷ്യവുമാകട്ടെ. ഉദാഹരണം, മാസ വരുമാനം 1,00,000 നേടണം, എൻട്രൻസ് എക്സാം പാസ്സാകണം, സിവിൽ സർവീസ് എക്സാമിനേഷൻ പാസ്സാകണം, വിദേശ മൈഗ്രേഷൻ നടക്കണം, അങ്ങനെ എന്താണോ നിങ്ങളുടെ ലക്ഷ്യം, എന്തു തന്നെ ആകട്ടെ. ഇനി ഒരു വമ്പൻ സാമ്പത്തിക ലക്ഷ്യമാണെങ്കിൽ 100 കോടി രൂപയ്ക്ക് ഉടമയാകണം, മനോഹരമായ വീട് നേടണം, മനോഹരമായ ഇന്ന കാറ് നേടണം, അങ്ങനെ നിങ്ങളുടെ എന്ത് ലക്ഷ്യവും, ഞാൻ ഉദാഹരണങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ, നിങ്ങളുടെ ഏത് ലക്ഷ്യവും ആ ലക്ഷ്യം നേടണം എന്നുള്ളൊരു വാക്ക്, ആ ഒരു വാചകം വളരെ ചുരുക്കിയ, വളരെ നീട്ടിപ്പിടിച്ചല്ല, വളരെ ചുരുക്കിയ ഇന്ന ലക്ഷ്യം നേടണം എന്നുള്ളത് നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാകും. ആ രീതിയിൽ ആ ഒരു വാചകം ആ ഒരു ഫുൾ A4 ഷീറ്റിൽ എഴുതിയതിനു ശേഷം രാത്രി കിടന്നുറങ്ങുമ്പോൾ, എല്ലാ ദിവസവും രാത്രി കിടന്നുറങ്ങുമ്പോൾ ഏറ്റവും ലാസ്റ്റ് വിരിയുടെ അടിയിൽ, നിങ്ങൾ എന്തെല്ലാം എക്യുപ്മെന്റ്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും, മാട്രസ് അതിന് മുകളിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ആ ലാസ്റ്റ് വിരിയുടെ ഏറ്റവും ലാസ്റ്റ് ബെഡ്ഷീറ്റിൻ്റെ അടിയിലായിട്ട് അത് സ്ഥാപിക്കുക. അത് നിവർത്തി സ്ഥാപിക്കുക. ആ ലാസ്റ്റ് ബെഡ്ഷീറ്റിനടിയിൽ നമ്മുടെ തലയുടെ ഭാഗത്തോ കാലിൻ്റെ ഭാഗത്തോ അല്ല, നമ്മുടെ ഉടലിൻ്റെ ഭാഗത്ത്, നാം കിടക്കുമ്പോൾ ഉടൽ വരുന്ന ഭാഗത്തായിരിക്കണം അത് സ്ഥാപിച്ച് വെക്കേണ്ടത്. അത് സ്ഥാപിച്ച് വെച്ചതിന് ശേഷം അതിന് മുകളിൽ, ആ വിരിയുടെ മുകളിൽ കിടന്നുറങ്ങാം. അപ്പോൾ അതായത് ഉപബോധ മനസ്സിൻ്റെ നിയന്ത്രണത്തിലാണ് ഉറക്കത്തിൽ നാം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മൾ തിരിയുകയോ മറയുകയോ ഒക്കെ ചെയ്യുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ അവിടെ ഒരു പേപ്പർ ഉള്ളതായിട്ടും അതിലെ മെസ്സേജ് എന്താണെന്നുള്ളതും സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് സിംപ്ലി കൊടുക്കുന്ന ഒരു സൂത്രപ്പണി ടെക്നിക്കാണ്. ഇത് ഒരു NLP ടെക്നിക്കാണ്. അപ്പം അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞാൽ ആ ഒരു പ്രത്യേക ടെക്നിക്ക് സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റെടുക്കുകയും നമുക്കായി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് നടപ്പാക്കുകയും ചെയ്യും. ഇത് ഏത് ലക്ഷ്യവും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. അത് സ്ഥിരമായിട്ട് തന്നെ ചെയ്യുക. ചെറിയൊരു പ്രൈവസിയുടെ ആവശ്യമുണ്ട്, അത് മറ്റാരെങ്കിലും അറിയുക, അത്തരം കാര്യങ്ങളൊക്കെ അത് നിങ്ങളാണ് നോക്കേണ്ടത്. പക്ഷേ ഇത് ചെയ്യാൻ കഴിഞ്ഞാൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്കാണ്. സ്ട്രെയിറ്റ് ആയിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഒരു പ്രത്യേക ലക്ഷ്യം കൺവേ ചെയ്യുന്ന, ആ ഒരു പ്രത്യേക ലക്ഷ്യം നൽകുന്ന, ആ ഒരു സിഗ്നൽ നൽകുന്ന ഒരു പ്രത്യേക ടെക്നിക്കാണ്. അത് അച്ചട്ടായി ഫലിക്കാനുള്ള സാധ്യതയാണുള്ളത്. നിങ്ങൾ ഏതെങ്കിലും ചെയ്തു നോക്കുക. 100 പേരിൽ ഒന്നാമനാകണമെങ്കിൽ ബാക്കി 99 പേരും ചെയ്യാത്ത കാര്യം ചെയ്യാൻ തയ്യാറാകണമെന്ന പ്രമാണം കൂടി ഓർത്താൽ, ഇത് പലർക്കും ജാള്യതയോ മറ്റൊക്കെ തോന്നി പലരും ചെയ്യുമായിരിക്കില്ല. അപ്പം നിങ്ങൾ ഒരു രൂപ പോലും മുടക്കില്ലാത്തൊരു കാര്യമല്ലേ. ഒന്ന് ചെയ്തു നോക്കൂ, ഫലം അനുഭവിച്ചറിയൂ, അത്ഭുതകരമായ ഫലം ലഭിക്കുക തന്നെ ചെയ്യും.